ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് രമ്യ. ഞാൻ മലപ്പുറം വണ്ടൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിൻ്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിൻ്റെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് ശക്തമായിട്ട് ബ്രസ്റ്റിൽ വേദന വന്നു. ആദ്യം വലത് ബ്രസ്റ്റിലും പിന്നെ അത് മാസങ്ങൾ കൊണ്ട് രണ്ടാമത്തെ ബ്രസ്റ്റിലേക്ക് ആ വേദന പകർന്നു. ഞാൻ കുറേ മാസം അത് വേദനിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പേടിയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും വലിയൊരു അസുഖത്തിലേക്ക് മാറുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ പേടിയായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും അന്വേഷിക്കാൻ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യും. ഞാനൊരു അക്രൈസ്തവയാണ്. എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ സാക്ഷ്യം, ഞാൻ കൃപാസനത്തിലെ ഒരു സാക്ഷിയാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യം ഞാനത് ഒഴിവാക്കി. പക്ഷേ പിന്നെ അത് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഇങ്ങനെ സൗഖ്യം കിട്ടിയ ഒരു സാക്ഷി ഞാൻ കാണാനിടയായി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കി. പിന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയെല്ലാം എഴുതിയെടുത്തു. രാവിലെ ഇങ്ങനെ ബ്രസ്റ്റ് വേദന ഉള്ളതുകൊണ്ട് നമുക്ക് ഉറങ്ങാനൊന്നും കഴിയില്ല, ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഉറക്കമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥനകളൊക്കെ ഇരുന്ന് വായിക്കുമായിരുന്നു. എഴുതിയെടുത്തിട്ടാണ്, എനിക്ക് കാണാതെ ഒരു പ്രാർത്ഥന അറിയായിരുന്നില്ല. എഴുതിയെടുത്ത് ഞാൻ ഇങ്ങനെ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് ഓൺലൈൻ ഉടമ്പടിയെടുത്ത് ഒരാഴ്ച 5-6 മാസം ഞാൻ ഈ വേദന കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചെങ്കിലും എനിക്ക് പേടിയാണ്, അത് നല്ല ഒരു ഇതിലാവില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനയും ചൊല്ലി ഒരാഴ്ച ആകുന്നേ ഉള്ളൂ എനിക്ക് ആ അസുഖം എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ വിട്ടുമാറിയത്. ആ വേദനകൾ എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകനെക്കുറിച്ചാണ്. അവന് ചെവീൻ്റെ ഒരു ദിവസം പറയുന്നത് ചെവീൻ്റെ താഴെ വേദന ഉണ്ടെന്ന്, വലത് ചെവീൻ്റെ താഴെ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു മുഴ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല. ഞാൻ ഈ സാക്ഷ്യം കിട്ടിയ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഉപ്പും തേനും തൈലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ശനിയാഴ്ചയാണ് മോനിത് പറഞ്ഞത്. അപ്പോൾ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ച എല്ലാ ദിവസവും ഞാൻ ഉപ്പും തേനും അവന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഉടമ്പടി തൈലും പുരട്ടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ചൊവ്വാഴ്ച ധ്യാനം കഴിഞ്ഞ് വൈകുന്നേരം അവൻ വന്ന് പ്രാർത്ഥനാ സമയത്ത് ഞാനത് തൈലം പുരട്ടാൻ നോക്കുമ്പോൾ അവിടെ ആ മുഴയില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. എപ്പോഴും പനിയും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും മോന് ഭയങ്കര ശക്തമായ പനിയൊക്കെ വരുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി സാധനങ്ങൾ എല്ലാം ഉപയോഗിക്കുന്നതിലൂടെ അവനിപ്പോൾ പനിയൊന്നും വരാറില്ല. വന്നാൽ തന്നെ ഒരു ജലദോഷം, തുമ്മൽ അങ്ങനെ മാറിപ്പോകുന്നുണ്ട്. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ്. ഏട്ടൻ ഗൾഫിലായിരുന്നു. അപ്പോൾ തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ ലീവിന് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ നോക്കുമ്പോൾ തൈറോയ്ഡൊക്കെ നോർമലാണ്. പക്ഷേ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഒരു നൊടികൾ കണ്ടു. അത് അവർ FNACക്ക് വിട്ടു. അപ്പോൾ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. എനിക്ക് ജപമാലയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ജപമാല എല്ലാം ചൊല്ലി നന്നായി പ്രാർത്ഥിച്ചു. റിപ്പോർട്ട് 2 ദിവസം മുമ്പാണ് വന്നത്, നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഏട്ടനെ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കുക, ഞാൻ സാക്ഷ്യം പറയാമെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഏട്ടനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയോടൊക്കെ പോകുന്നത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ പത്രം വാങ്ങും. അത് ഞാൻ എല്ലായിടത്തും കൊണ്ടു കൊടുക്കും, ആശുപത്രികളിൽ, ബസ് സ്റ്റാൻഡിൽ, എല്ലാവിടെയും. ഞാൻ ഒരു മടിയൊന്നും വിചാരിക്കാറില്ല. പക്ഷേ ഞാൻ ഈ പത്രം കൊണ്ടുപോകുമ്പോൾ ചില ആൾക്കാർ പൈസ തരും. ഞാൻ പൈസയ്ക്കാണ് കൊടുക്കുന്നത്, പക്ഷേ പൈസ ഒന്നും വാങ്ങാറില്ല. ചിലർ അത് വാങ്ങാതെ തന്നെ പൈസ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വരും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊന്ന് വായിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ പറ്റില്ലെങ്കിൽ ഇപ്പം തന്നെ പറയണമെന്ന് പറയും. പക്ഷെ ചിലർ അപ്പം തന്നെ തരും. ചിലവർ പറയും എനിക്ക് നേരം ഉണ്ടാവില്ല പറഞ്ഞിട്ട് അപ്പം തന്നെ തരും. പക്ഷേ ഞാനൊന്നും പറയാറില്ല, അത് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഞാൻ വണ്ടൂർ, ഞങ്ങൾക്കൊരു ഹോമിയോ ക്യാൻസർ സെൻ്റർ ഉണ്ട്. അവിടെയാണ് കൂടുതൽ ഞാൻ പത്രം കൊണ്ടു കൊടുക്കാറ്. അവിടെ കൊടുത്ത് ഒരുപാട് പേരെ പരിചയപ്പെട്ടപ്പോൾ കുറേ പേര് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ ഇടയായിട്ടുണ്ട്. കുറേ ക്യാൻസർ പേഷ്യൻസ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരെ ഒരു ഗ്രൂപ്പ്. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ ഷെയർ ചെയ്യുക, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പറയുന്നത് കാരുണ്യ പ്രവർത്തികൾ വണ്ടൂർ ഹോസ്പിറ്റലിൽ ഞാൻ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ക്യാൻസർ സെൻ്ററിൽ ഒരു ദിവസം ഞാൻ തന്നെയാണ് കൊടുക്കാറ്. അവിടുത്തെ രോഗികളെ കാണുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നന്നായി വിശ്വസിച്ച് വരുന്നവർക്ക് ഞാൻ ഉപ്പൊക്കെ കൊടുക്കാറുണ്ട്. അവരോട് പ്രാർത്ഥിച്ചിട്ട് കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പൈസ കൊണ്ടോ, കയ്യിൽ എനിക്കൊരു ജോലിയൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലും ചില്ലറ എൻ്റെ കയ്യിലുണ്ടാവും, അത് ഞാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന യേശുവോടും അതിന് 1 കോടി നന്ദി പറയുന്നു.